ഹലോ, ഇതെന്താ തൂക്കി പിടിച്ചുകൊണ്ട് പോകുന്നതെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? ഇതൊരു സർപ്പമാണ്. ഭയങ്കര ഹൊറീഷ്യസ് ആയിരുന്നു. പിടിക്കാൻ കുറേയും കഷ്ടപ്പെട്ടു. ഇതിൻ്റെ അടിയിലായിരുന്നു അവൻ. അതിൻ്റെ അടിയിൽ നിന്ന് പയ്യെ പുറത്തേക്ക് വന്നു. അപ്പോഴാണ് ഞാൻ അവിടെ ചുരുണ്ട് കിടക്കുമായിരുന്നു. അറിഞ്ഞില്ല അവിടെ ഉണ്ടായിരുന്നാലും. ഞാൻ പയ്യെ വെളിയിൽ പോയ സമയത്ത് എന്ന് പറഞ്ഞ ചീറ്റിൽ വിട്ടു. ആരോ വിളിക്കുന്നതെന്ന് വിചാരിച്ചു. പിന്നെയും ചീറ്റിപ്പോഴാണ് എൻ്റെ 2 കാൽ ചുവടപ്പുറത്ത് ഇദ്ദേഹം ഉണ്ടായിരുന്നു. എന്താ ചെയ്യുന്നതെന്ന് അറിയാതെ ഞാൻ ചേട്ടനെ വിളിച്ചപ്പോൾ പിന്നെ ചേട്ടൻ്റെ ഒരു ഫ്രണ്ട് ആണ് നമ്മളെ ഇങ്ങനെ സർപ്പ എന്നൊരു ആപ്പുണ്ട്, അവിടെ പ്രൊഫഷണൽസ് ഉണ്ട്, ഇതിനെ റെസ്ക്യൂ ചെയ്യാനുള്ള പ്രൊഫഷണൽസ് ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നെ. അപ്പോൾ തന്നെ അവരെ വിളിച്ചു. വിത്തിൻ മിനിറ്റ്സ് അവർ ഏറ്റവും നിയറസ്റ്റ് സ്പോട്ടിലുള്ളവർ അവിടെ വരും ചെയ്യും. നമുക്ക് വന്ന് ചെയ്യുമെന്ന് പറഞ്ഞ ഒരു ചേട്ടനാണ്. ആ ചേട്ടനാണെങ്കിൽ വളരെ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടാണ് നമ്മളെ ആദ്യം പീസാക്കി. അതേപോലെ തന്നെ ധൈര്യമായിട്ട് ഇരിക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് പാമ്പിനെ അപ്രോച്ച് ചെയ്തു, സർപ്പത്തിനെ അപ്രോച്ച് ചെയ്തു. അതിനെ നല്ല പ്രൊഫഷണൽ രീതിയിൽ തന്നെ അവനെ ഹാൻഡിൽ ചെയ്ത് അവനെ കുറച്ച് സമയം എടുത്തു. ഭയങ്കര ചീറ്റലായിരുന്നു അവൻ. അപ്പോൾ കുറച്ച് സമയം എടുത്ത് അവനെ നല്ല രീതിയിൽ തന്നെ ഹാൻഡിൽ ചെയ്തിട്ട് ആ ഒരു സൈഡിലൊരു അവന് വേണ്ടി ഒരു മൗത്ത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു കുഴൽ. എന്നിട്ട് അതിൻ്റെ അകത്ത് ആക്കിയിട്ട് വേണം പിന്നെ സുരക്ഷിതമായ ഒരു അവരുടെ എക്കോസിസ്റ്റത്തിലേക്ക് ആക്കാൻ വേണ്ടി. അപ്പോൾ ഇവരെ നേരെ കൊണ്ടുപോയി നമ്മുടെ മലയാറ്റൂർ ഭാഗത്തേക്കാണ് ഓപ്പൺ ചെയ്ത് വിടുന്നതെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും അപ്രോച്ച് ചെയ്യണമെങ്കിൽ ഇങ്ങനെ നിങ്ങളുടെ വീട്ടിലെ ഏതെങ്കിലും അതിഥികൾ വന്ന് ചേരുവാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ സർപ്പ ടീമിനെ അപ്രോച്ച് ചെയ്യാം. ജിയോ എന്ന് പറഞ്ഞ സാറാണ്. ഞാൻ ചേട്ടൻ്റെ ഇതിനകത്ത് ടാഗ് ചെയ്തോളാം, ഇൻസ്റ്റാഗ്രാം പേജ്. അത് പല പല റെസ്ക്യൂസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ എത്ര നല്ല പ്രൊഫഷണൽസ് ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇത് ത്രൂ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇനി നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ അറിയാവുന്ന സ്ഥലത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് ടാഗ് ചെയ്ത് കൊടുക്കാം. കാരണം വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഭയങ്കര സമയത്തിന് ശേഷമാണ് കിട്ടിയത്. ഇതാണ് ചേട്ടൻ. ഞങ്ങൾക്ക് അതിന് ശേഷമാണ് സമാധാനമായ. ഞാനാണെങ്കിൽ പേടിച്ചു പോയായിരുന്നു. ഞാൻ ഒറ്റയ്ക്കാണ് വീട്ടിലുണ്ടായിരുന്നത്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ. അറ്റ്ലീസ്റ്റ് എൻ്റെ ഒരു 2 സ്റ്റെപ്പ് അപ്പുറത്ത് ഈ പാമ്പുണ്ടായിരുന്നു. കൊത്താൻ ചാൻസ് ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഭയങ്കര വലിയൊരു ഇതുകൊണ്ട് മാത്രം ഞാൻ ആക്ച്വലി രക്ഷപ്പെട്ടാന്ന് പറയാം. അല്ലാതെ എന്താ ചെയ്യേണ്ടതെന്ന് പോലെ അറിയാതെ ഞാൻ സ്റ്റക്കായിട്ട് കുറച്ച് സമയത്തേക്ക് കൈയും കാലം വിറച്ചു പോയി. അപ്പോൾ ഇദ്ദേഹത്തെ പാക്ക് ചെയ്തു. ചേട്ടൻ പോവാണ്. അപ്പോൾ അവനെ പാക്ക് ചെയ്ത് സേഫായിട്ട് വണ്ടിയിൽ വേറെ ഒരാളും കൂടെ ഉണ്ട്. ഇതിനേക്കാളും കുറച്ചും കൂടി ഗംഭീരമുള്ള ഒരാളും കൂടെ ഇതിൻ്റെ അകത്ത് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആളെയും കൊണ്ട് നേരെ മലയാറ്റൂർ ഭാഗത്തേക്കാണ് പോകുന്നത്. അവിടെയാണ് ഇവരെ അയച്ചുവിടുക.